സത്യം പറയാലോ മോനെ, പ്രണവ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നും നമ്മളെല്ലാരും കൂടെ പഴയതുപോലെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അമ്മയുടെ സ്വപ്നം പാലിക്കും. നമ്മളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ഒരു നല്ല നാള് അത് ഇനിയും വരും. എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, നടക്കുമെന്നറിയില്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ കസേരയില് പ്രണവ്, അവന്റെ സ്റ്റാഫായിട്ട് അവന്റെ ശമ്പളവും വാങ്ങി എനിക്ക് അവിടെ ജോലി ചെയ്യണം. ആ സ്വപ്നം എന്തായാലും നടക്കാൻ പോകുന്നില്ല മോനെ. കാരണം അവൻ തിരിച്ചു വന്നാലും ചെയർമാൻ കസേരയിൽ അവൻ കയറിയിരുന്നിട്ട് നിന്നെ ഒരു സ്റ്റാഫാക്കി വെക്കില്ല അവൻ, അതെനിക്ക് ഉറപ്പുണ്ട്. മതി മതി, നിന്ന് സമയം കളയേണ്ട രണ്ടുപേരും. ഇറങ്ങാൻ നോക്ക് രണ്ടും. ശരി. ബസ് അവിടെ നിൽക്ക. നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ, എന്നിട്ട് വലിഞ്ഞു കയറി നീ ഇങ്ങോട്ട് വന്നെന്തിനാ? ഇറങ്ങി പോ വെളിയില്. ഒരുപാട് അങ്ങ് തിളയ്ക്കാതെ പാർവതി, ആരാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പ്രണവേ, ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ ഭൂമി പൂജയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു ഞങ്ങള്. ഈ സമയത്ത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്തുണ്ടെങ്കിലും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് സംസാരിക്കാം. ഒരു നല്ല വഴിക്ക് ഇറങ്ങുന്നതാ. നിങ്ങളിരിക്കെ, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. അല്ലെങ്കിൽ നീയും കൂടി ഞങ്ങളുടെ കൂടെ വാ. കൂടുതലങ്ങ് പതപ്പിക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ കയ്യിൽ വെച്ചിരുന്നാ മതി. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരില് എഗ്രിമെന്റ് ചെയ്ത ഭൂമി പൂജയ്ക്ക് പോകുന്നു പറഞ്ഞല്ലോ. എന്റെ കമ്പനിയുടെ ഭൂമി പൂജയ്ക്ക് പോകാൻ വേണ്ടിട്ട് തനിക്ക് എന്തുവാണോ അവകാശം? അതെ, എന്റെ എന്നുള്ള വാക്ക് ഞാൻ അബദ്ധം പറ്റി ഉപയോഗിച്ചൊന്നും അല്ല. നിയമപ്രകാരം ഇപ്പോ ഈ വീടിന്റെയും സർവ്വ ബിസിനസ്സുകളുടെയും എല്ലാ സ്വത്തുക്കളുടെ അവകാശി ഞാനാണ്. ഇത് വെറും വാക്ക് പറഞ്ഞൊന്നുമല്ല. മുഴുവൻ അസറ്റുകളും പ്രണവിന്റെ പേരിലേക്ക് എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നതേ ഗൗതം തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് സംസാരിക്കാം. എന്തോന്നാ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈശ്വരമംഗലം വീട്ടിൽ ഗൗതം ഗോപിനാഥ് അതേ വീട്ടിലെ പ്രണവിന്റെ പേരില് സർവ്വ സ്വത്തുക്കളും എഴുതി വെച്ചതിന്റെ നിയമപ്രകാരമുള്ള ആധാരം. എന്തോന്നാടാ മോനെ ഇത്? ഇത് ഞാൻ തന്നെ എല്ലാ സ്വത്തുക്കളും ബിസിനസ്സും പ്രണവിനായിട്ട് എഴുതി കൊടുത്ത രേഖകളാണെന്ന് തോന്നുന്നു. അയ്യോ, തോന്നലൊന്നും അല്ല. സർവ്വതും എനിക്ക് എഴുതി താൻ ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നതിന്റെ ഡോക്യുമെന്റ്സ് ആണിത്. എടാ മോനെ, ഇതെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, ഇങ്ങനെയൊരു ഡോക്യുമെന്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഞാൻ സൈൻ ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി എടുത്തതാണെന്നാണോ പറയുന്നത്? സംശയമുണ്ടോ ആ കാര്യത്തില്? ഈ ഡോക്യുമെന്റ്സ് എങ്ങനെയുണ്ടായി എന്നുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതാണ്